56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് നിങ്ങൾ CJPയെ ഭയപ്പെടുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭയപ്പെടുന്നത്? അതേപോലെ തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാരാണ് നിങ്ങളുടേന്ന് പറയുന്നു BJP NDA സർക്കാരെ, നിങ്ങൾ എന്തിനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭയപ്പെടുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരം പറയണ്ടേ. ഇത് നാട്ടിലെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതിഷേധമാണ്. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ടല്ലോ, ആശങ്കയിൽ ഉളവാകുന്ന ആളുകളുടെ പ്രതിഷേധമാണിത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരുപറ്റം ആളുകൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് സംഘപരിവാർ എന്ന വലിയൊരു ശക്തി, അതായത് അർബുദമായിട്ട് ഇന്ത്യയെ ബാധിച്ചിരിക്കുകയാണ്. ആ ബാധിച്ചിരിക്കുന്ന അർബുദത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ളവരും അതേപോലെ തന്നെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് കേവലം ഒരു എക്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ 10 മില്യണിലധികം ആളുകൾ ആ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് എതിരഭിപ്രായമുള്ള ആളുകളുണ്ട്. ആ എതിരഭിപ്രായമുള്ള ആളുകളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ തന്നെ 2ാം കാറ്റഗറിയിൽ പാകിസ്ഥാനിലേക്ക് പോകാം. 3ാം കാറ്റഗറിയിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്തെ വിമർശിക്കുന്നത് എന്ന് പറയുന്നു. ഞങ്ങൾ രാജ്യത്തെ അല്ല വിമർശിക്കുന്നത്, രാജ്യത്തെ നിങ്ങൾ ഭരിക്കുന്ന ഭരണത്തെയാണ് വിമർശിക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന സിസ്റ്റം ഒന്നും ശരിയല്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. കാരണം CJP പറയുന്ന ഒരു കാര്യമുണ്ട്, രാജ്യത്തിന്റെ പൊതുസ്വത്ത് നിങ്ങൾ കോർപ്പറേറ്റ് വൽക്കരിച്ചു, സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ നാളത്തെ തലമുറയ്ക്ക് അനുഭവിക്കേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെയും നിങ്ങൾ കോർപ്പറേറ്റ് വൽക്കരണത്തിന് കീഴിലാക്കി. അംബാനിക്കും അദാനിക്കും നിങ്ങൾ തീരെഴുതി കൊടുത്തു. അതേപോലെ തന്നെ ഒരു മീഡിയയെ തന്നെ, അതായത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളെയും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചു, അംബാനിയെയും അദാനിയെയും കൊണ്ട്. അപ്പൊ അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഗോദി മീഡിയയിലെ അവിടെ ആങ്കർ ചെയ്യുന്ന ആങ്കർമാരുടെ എല്ലാം തന്നെയും അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടണം, ഈ ചാനലുകളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടണമെന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്? നിങ്ങൾക്ക് എന്താണ് ഇത്ര വേവലാതി? കേവലം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഒരു പാർട്ടി ആഹ്വാനം ചെയ്തപ്പോൾ ആ പാർട്ടി ആഹ്വാനം ചെയ്ത പേജിനെ തന്നെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ഭീതിയുണ്ടല്ലോ, അത് നിങ്ങളൊരു ജൻസി കലാപമായി മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിവായിരിക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഒരു ജൻസി കലാപമായിട്ട് നേപ്പാളിലോ ഇറാനിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ നടന്നതുപോലെ വലിയൊരു കലാപം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ഇടയുണ്ടാകും. കാരണം നമ്മുടെ പാകിസ്ഥാൻ അടക്കം, നേപ്പാൾ അടക്കം, ശ്രീലങ്ക അടക്കം, നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ നടന്ന, ഇറാനിലടക്കം നടന്ന പ്രക്ഷോഭങ്ങളൊക്കെ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. അതായത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതൊന്നും ആവർത്തിക്കാനായിട്ട് ഇവിടെ ആരും പറയുന്നില്ല, ഒരു ജൻസി കലാപം ഒന്നും ആരും സൃഷ്ടിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ കാണിക്കുന്ന സ്വജനപക്ഷപാതത്തിനും അതേപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന അഴിമതിക്കും അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളെ പോലും നിങ്ങൾ വിലക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഒരുപറ്റം ചെറുപ്പക്കാരും പൊതുജനങ്ങളും നിങ്ങൾക്കെതിരാണ്, നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരാണ്. നിങ്ങളുടെ കൊള്ളരുതായ്മകളെല്ലാം തന്നെ തുറന്നു കാണിക്കാൻ ഈ രാജ്യത്ത് ആളുകളുണ്ട്. അങ്ങനെ ആ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കുന്നവരെ നിങ്ങൾ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കിയും മുദ്ര കുത്തുമ്പോൾ അല്ലെ ചാപ്പ കുത്തുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, യഥാർത്ഥ രാജ്യദ്രോഹികളും രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നതും നിങ്ങളാണ് എന്നോർക്കുക. NDAയുടെ സർക്കാർ 12 വർഷമായിട്ട് രാജ്യം ഭരിച്ചപ്പോൾ നിങ്ങൾ കൊട്ടിഘോഷിച്ച നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകാരാധനായുള്ള നേതാവാണെന്ന് പറയുമ്പോൾ ഇവിടെ പെട്രോളിന് വില കൂടുന്നു, ജീവിത സാഹചര്യങ്ങൾ മോശമാകുന്നു, പല രീതിയിലുള്ള രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി മദാമ്മമാരുടെ കൂടെ നിന്നും മെലഡി ചോക്ലേറ്റിന്റെ റീൽസ് എടുത്ത് അത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ, അതായത് നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ എടുത്തു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളെ പേടിക്കുന്ന, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത ഭീരുവായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമാണ്. കാരണം 12 വർഷത്തിന്റെ ഇടയ്ക്ക് ഒറ്റ തവണ പോലും മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഭീരുവാണ്. 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദി അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന നിങ്ങൾ കേവലം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് 10 മില്യൺ ഫോളോവേഴ്സ് ആയപ്പോൾ അവരെ പോലും ഭീതി കൊണ്ട് നിങ്ങൾ ആ അക്കൗണ്ട് പൂട്ടിച്ചെങ്കിൽ, CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടിച്ചെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി നിങ്ങൾ ഭീരു തന്നെയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.